ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് റിസർച്ച് ഡിസൈൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടീഷൻസ് ഫോർ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ in a manner that aims to combine relevance to the research purpose with economy in procedure. അല്ലേ, അതായത് നമ്മളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പല രീതിയിലുള്ള കണ്ടീഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഫോർ ദ കളക്ഷൻ ഓഫ് അനാലിസിസ് ഓഫ് ഡാറ്റ ഇൻ എ മാനർ. അല്ലേ, ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അതാണ് റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള റിസർച്ച് ഡിസൈൻ ടൈപ്പുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, ഏകദേശം ഒരു 7 രീതിയിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ. ഫസ്റ്റ് വൺ ഏതാണ്? എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ. എന്താണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കസിങ് എ ബിസിനസ് പ്രോബ്ലം വിത്ത് ഇൻഫോംഡ് സോഴ്സസ് സച്ച് ആസ് ഇൻഡസ്ട്രി അനാലിസിസ്, കൺസൾട്ടൻസ്, കസ്റ്റമേഴ്സ് ആൻഡ് ചാനൽ പാർട്ട്നേഴ്സ് ആൻഡ് എക്സാമിൻ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ. അതായത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന കുറച്ച് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റേനെ നമ്മൾ ഇൻഡസ്ട്രി അനലിസ്റ്റ്, അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ്, കസ്റ്റമേഴ്സ് അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇൻസൈറ്റായിട്ട് ജനറൽ നേച്ചറായിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യാം. It helps determine the best research design, data collection method and selection of subjects. ഏറ്റവും നല്ലൊരു ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ ഒരു ന്യൂ പേഷ്യൻറ്റിനെ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഡിസീസ് വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആ ഒരു പേഷ്യൻറ്റിന് ഏകദേശം എന്താണ് അസുഖം എന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തറവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ പറയുന്നത്, നമുക്ക് പല രീതിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയും അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിനായിട്ടും അതുപോലെ എംപ്ലോയീസിനായിട്ട് അതുപോലെ മാനേജ്മെൻറ്റ്, കോമ്പറ്റീറ്റേഴ്സ് അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ അതുപോലെ ഫോക്കസ് ഗ്രൂപ്പുകൾ, പ്രൊജക്റ്റ് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ ഡാറ്റാസ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ലിറ്ററേച്ചർ റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് പറയാം. ചില പീപ്പിൾസ് അവരവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കേസ് സ്റ്റഡികൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ റിവീൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Okay, then it is often used to establish an understanding of how best to proceed in studying an issue. എത്രത്തോളം ബെസ്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റും, ഏത് മെത്തഡോളജിയിൽ നമുക്കത് എഫക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിസർച്ചിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിസ്കവറി വെറിൻ യു അൺകവർ ആസ് മെനി ഐഡിയാസ് ആസ് പോസിബിൾ. അതായത് അൺകവറായിട്ട് കിടക്കുന്ന ഒരുപാട് ഐഡിയാസുകൾ, നമുക്ക് പോസിബിളായിട്ടുള്ള ഒരുപാട് ഐഡിയാസുകളെ നമുക്ക് പോസിബിളാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സെറ്റിങ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂസിൻ്റെ കൺസേണുകൾ അതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു വെൽ ഗ്രൗണ്ട് പിക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പുതിയ ഏതെങ്കിലും ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനൊരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു തിയറി ക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെ ഫീസിബിളായിട്ടുള്ള ഏതെങ്കിലും ഫ്യൂച്ചറായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഫീസിബിളായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലും ഇത് ഗോൾ എന്ന് പറയുന്നത് പ്രോബ്ലംസ് പ്രിസൈസായിട്ട് ഫോർമുലേറ്റ് ചെയ്യാനും അത് ക്ലാരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇൻസൈറ്റ്
ഗെയിൻ ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ഇംപ്രാക്ടിക്കലായിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ നമ്മൾ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും 4 ഫോമുകളിൽ വരുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും 4 ഫോമിലാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് സർവേ, സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, കേസ് അനാലിസിസ് ആൻഡ് പൈലറ്റ് സ്റ്റഡീസ്. പ്രധാനമായും 4 രീതിയിലുള്ള ഫോമിലൂടെയാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് സർവേ. എക്സ്പീരിയൻസ് സർവേ പേരിൽ തന്നെ ഉണ്ട്. സർവേ ഈസ് ടു ബി കണ്ടക്റ്റഡ് എമോങ് ദ പീപ്പിൾ ഹു ഹാവ് ഹാഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. ആ പ്രോബ്ലമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലം മുന്നേ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഏതെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതിനൊരു മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ന്യൂ സൈഡ്സ് ടു ദ പ്രോബ്ലംസ്. ആ പ്രോബ്ലത്തിന് നമുക്ക് പുതിയതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു വീക്ഷണങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോളജബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നും അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലാവാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ളവരാവാം, അവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസൈഡ് ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇത് റെയറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോർമൽ ക്വസ്റ്റ്യനെയർ ആണ്. ഇതിനേക്കാൾ ഉപരി ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ ആയിരിക്കും നമുക്കിതിൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റുക. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ അവരുടേതായിട്ടുള്ള ന്യൂ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. ഇനി നമ്മളൊരു പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് സർവേയിൽ വി ഷുഡ് എൻക്വയർ ദെയർ ഐഡിയാസ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. അതിൽ വരുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരോട് അതിൽ നിന്നുള്ള ഡാറ്റാസ് അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്നുള്ളത്. സോ ദ എക്സ്പീരിയൻസ് സർവേ ഹെൽപ്സ് ദ റിസർച്ചർ ടു ഡിഫൈൻ ദ പ്രോബ്ലം കൺസൈൻസ്ലി ആൻഡ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എക്സ്പീരിയൻസ് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഫോർമാറ്റാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ദോസ് ഡാറ്റ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ്, ടാബ്ലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ സം ഫോം ബൈ സം വൺ എൽസ് ഫോർ സം അതർ പർപ്പസ്. ഏതെങ്കിലും ആളുകൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഓൾറെഡി ടാബ്ലേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഓൾറെഡി പ്രസൻറ്റ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ, അത് ചിലപ്പോൾ അവർ അവരുടേതായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാവും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റകൾ തന്നെ നമ്മളെടുത്തിട്ട് നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഫോർ സം പർപ്പസിനാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആവശ്യത്തിനാവില്ല അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവുക, അവർ വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിരിക്കാം. പക്ഷേ ആ ഡാറ്റാസ് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പം അത്തരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക, ഇതിൻ്റെ ഒരു ഫോമാണ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് കൂടുതലും ഈ സെക്കൻഡറി ഡാറ്റ റിവീൽ ചെയ്യുന്നത്. ഇതിൽ ആൾറെഡി ബീൻ കളക്റ്റഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് എക്കണോമിക് സർവേകൾ, അതുപോലെ എക്കണോമിക് റിവ്യൂസ്, വേരിയസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ റിവ്യൂകൾ, സെൻസസ് ഡാറ്റകൾ, അതുപോലെ ഡാറ്റ റിലേറ്റഡ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, അതൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളുകളായിട്ട് പറയാം. സെക്കൻഡറി ഡാറ്റ പല തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് തന്നെയായിരിക്കും. അത് നമുക്ക് മോഡിഫൈ ചെയ്യാനും അവരുടെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടും നമുക്ക് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള ഡാറ്റകളാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ പറയുന്നു കേസ് അനാലിസിസ്. എന്താണ് കേസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഒരുപാട് സെക്കൻഡ് ചാപ്റ്ററിലാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. കേസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു തേർഡ് ഫോമാണ്. ഇതിൽ നമ്മൾ റിവ്യൂ ഇൻഫർമേഷൻ ഫ്രം എ ഫ്യൂ അതർ സിറ്റുവേഷൻസ് ദാറ്റ് ആർ സിമിലർ ടു ദ പ്രസൻറ്റ് റിസർച്ച് പ്രോബ്ലം. നമ്മളുടെ പ്രസൻറ്റ് റിസർച്ച് പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നമ്മൾ ഇവിടെ നിന്നൊക്കെ റിവ്യൂ ആയിട്ട് എടുക്കുക. ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അറ്റൈൻ ഇൻഫർമേഷൻ ഫ്രം വൺ ഓർ ഫ്യൂ സിറ്റുവേഷൻസ് ദാറ്റ് ആർ സിമിലർ ടു റിസർച്ചേഴ്സ് പ്രോബ്ലം സിറ്റുവേഷൻ. അപ്പോൾ എനിക്കൊരു പ്രോബ്ലം സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ആ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും റിവ്യൂ നടത്തുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നമ്മളുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുന്നു.
അതാണ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് റിവ്യൂ ഇൻഫർമേഷൻ ഫ്രം എ ഫ്യൂ അതർ സിറ്റുവേഷൻസ് ദാറ്റ് ആർ സിമിലർ ടു ദ പ്രസൻറ്റ് റിസർച്ച് പ്രോബ്ലം. ഒരു കേസിൽ നമ്മളൊരു മൈക്രോസ്കോപ്പിക് വ്യൂവിൽ ഒരു കമ്പനിയുടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മുടെ കമ്പനിയിലും വരാം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവരെന്താണ് അവിടെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആ ഒരു ഇതിൻ്റെ കേസായിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ റെലവൻസി. അപ്പോൾ കേസ് സ്റ്റഡിയിൽ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് പർട്ടിക്കുലർ റെലവൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ സെലക്റ്റഡ് കേസ് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് മാച്ചായിട്ട് വരുന്നുണ്ടോ വരുന്നില്ലെന്നതും കൂടി നമ്മൾ നോക്കണം. ഇനി അതുപോലെ തന്നെ ഈ കേസ് സ്റ്റഡീസ് അതുപോലെ തന്നെ അതിൽ അണ്ടർഗോൺ ചെയ്യുന്ന സിമിലർ സിറ്റുവേഷൻസ് ചില കേസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരാം. ഈ കേസ് സ്റ്റഡീസ് വെൽ സ്യൂട്ടഡ് ആയിരിക്കണം നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന്. ഒരു പവർഫുൾ റിസർച്ച് മെത്തഡോളജിയാണ് ഇൻഡിവിജ്വലിനും ആയാലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് ആയാലും അതുപോലെ തന്നെ റെക്കോർഡ് അനാലിസിസിനും ഒബ്സർവേഷനും വേണ്ടിയിട്ട് ഒരു പവർഫുൾ ടൂൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം, കേസ് അനാലിസിസിനെ പറയാം. ഒരു നമ്പർ ഓഫ് കേസസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രീവിയസ് സ്റ്റഡീസ് ഓരോ കോമ്പറ്റീറ്റേഴ്സ് ആയാലും അവർ നടത്തുന്ന പ്രീവിയസ് സ്റ്റഡികൾ, അതുപോലെ തന്നെ ഓൾറെഡി പബ്ലിഷ്ഡ് കേസ് സ്റ്റഡികൾ, അതുപോലെ തന്നെ ഏതെങ്കിലും വാരിയബിൾ ആയിട്ടുള്ള പ്രൈസ്, അഡ്വർടൈസ്മെൻറ്റ്, ചേഞ്ചസ് ഇൻ ടേസ്റ്റ്, അതെല്ലാം നമുക്ക് ഒരു കേസ് ആക്കിയിട്ട് മുന്നേ എന്താണ് അവർ ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ നാലാമത്തെ ഫോമാണ് പൈലറ്റ് സ്റ്റഡീസ്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ നാലാമത്തെ ഫോമാണ് പൈലറ്റ് സ്റ്റഡീസ്. പൈലറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലോർ ഡാറ്റ. ഇറ്റ് കണ്ടക്റ്റഡ് ഇൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് പ്രോജക്റ്റ് യൂസസ് സാമ്പിളിംഗ് ബട്ട് ഡസ് നോട്ട് അപ്ലൈ പ്രിസൈസ് സ്റ്റാൻഡേർഡ്സ്. പൈലറ്റ് സ്റ്റഡി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ബിഫോർ ദ മെയിൻ റിസർച്ച്. മെയിൻ റിസർച്ചിന് മുന്നേ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, പൈലറ്റ് സ്റ്റഡീസിന് പറയാം. ഒരു പല രീതിയിലുള്ള നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് അതുപോലെ തന്നെ ലെസ് ആക്യുറേറ്റ് സാമ്പിളിംഗ് ടെക്നിക്കുകളൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ യൂസ് ചെയ്യുക. ഈ പൈലറ്റ് സ്റ്റഡിയിലിപ്പോൾ നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റ് നടത്തുകയാണെങ്കിൽ ആ വലിയൊരു പ്രൊജക്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഒരു മിനി പ്രൊജക്റ്റ് വേണമെന്നാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സാമ്പിളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കറികളൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ടും അത് കുറച്ചാണ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് വലിയൊരു പ്രൊജക്റ്റ് ആക്കിയിട്ട് മാറ്റുക. അല്ലേ, ആദ്യം ഒരാൾക്കുള്ളത് അല്ലെങ്കിൽ രണ്ടാൾക്കുള്ളത് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് പിന്നെ നമ്മളൊരു 5-10 ആൾക്കുള്ളത് ഉണ്ടാക്കും സക്സസ് ആയാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പരീക്ഷണങ്ങളാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏകദേശം അതേ ഒരു കൺസെപ്റ്റാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ആണ് നമ്മൾ ക്വസ്റ്റ്യനർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു 10 ആൾക്ക് കൊടുത്ത് നോക്കും, എന്നിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒരു പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി എന്നാണ് പൈലറ്റ് സ്റ്റഡീനെ പറയുക. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റീവായിട്ടൊക്കെ ചെയ്യാം. ഇതിൽ നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ സ്കെയിൽ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. ഫീസിബിലിറ്റി, നമ്മളതിൻ്റെ ഫീസിബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇമ്പ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണോ, അതൊക്കെ നമ്മൾ നോക്കുന്നത് ഈ പൈലറ്റ് സ്റ്റഡി മുഖേനയാണ്. ഫ്രീക്വൻ്റ്ലി ക്യാരിഡ് ഔട്ട് ചെയ്യുകയാണ്. ലാർജ് സ്കെയിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ടൈമും മണിയൊക്കെ വേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു സ്മോൾ സ്കെയിലായിട്ട് നടത്തുന്നു. അതാണ് എന്ത് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്? എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ 4 ഫോമുകൾ ജസ്റ്റ് ഒന്നും കൂടി പറയാം. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ 4 ഫോം: 1 എക്സ്പീരിയൻസ് സർവേ, 2 സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, 3 കേസ് അനാലിസിസ്, 4 പൈലറ്റ് സ്റ്റഡീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ രണ്ടാമത്തെ റിസർച്ച് ഡിസൈനാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത്. കാഷ്വൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കാഷ്വൽ സ്റ്റഡീസിൽ ദ എഫക്റ്റ് ഓഫ് സം കോസസ് ഓർ 1 or more ഔട്ട്കംസ് ആർ കൺസിഡേർഡ്. ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമുക്ക് അധികവും ഈ കാഷ്വൽ റിസർച്ചിൽ വരിക. ബിറ്റ്വീൻ വാരിയബിൾസ് തമ്മിലുള്ള കാഷ്വൽ റിസർച്ചിൽ വാരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാരിയബിൾസ് പറഞ്ഞു, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രാനിയസ് വേരിയബിൾ എന്നൊക്കെ വാരിയബിൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. എന്താ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എന്താ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എന്താണ് എക്സ്ട്രാനിയസ്
വേരിയബിൾ. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ വേരിയബിൾ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആൻഡ് ദാറ്റ് വേരിയബിൾ ദാറ്റ് ഈസ് പ്രീഡിസെറ്റ് ടു ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് ടേംഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെ നമ്മൾ രണ്ട് വേരിയബിളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാനിസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു വേരിയബിളെ കുറിച്ച് പഠിച്ചു അല്ലേ? അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, നോട്ട് റിലേറ്റഡ് ഫോർ ദ സ്റ്റഡി. അതിന് കുറേ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ 3 വേരിയബിളിന്, പ്രധാനമായിട്ടും വരുന്ന ഈ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ കാഷ്വൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള എന്തെങ്കിലും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അതിൽ ചില കാര്യങ്ങൾ ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാക്കാം, ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് 2 or 3 അതിന് ഔട്ട്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ കാഷ്വാലിറ്റി, നമ്മൾ ഏറ്റവും കൂടുതൽ വേരിയബിളിനെ അസ്യൂം ചെയ്യുകയാണ് അവ തമ്മിലുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നത്. ദ എംഫസിസ് ഓൺ സ്പെസിഫിക് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഓഫ് വൺ വേരിയബിൾ ടു ഓൺ അനദർ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള വേരിയബിൾക്ക് എന്തെങ്കിലും സംഭവിക്കാം. അതാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള റിസർച്ചറിന് ചിലപ്പോൾ ചില കേസുകളിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാരണങ്ങളും കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ എസ്പെഷ്യലി പീപ്പിളിൻ്റെ ആറ്റിറ്റ്യൂഡ്, പീപ്പിളിൻ്റെ മോട്ടിവേഷൻസ്, അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഡീപ്പർ സൈക്കോളജി കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചില റെസ്പോണ്ടൻസിന് അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കാഷ്വൽ റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മറ്റ് പല ഫാക്ടേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബിസിനസ് റിസർച്ചർ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നത് പ്രൈമർലി ഫോർ പർപ്പസ് ഓഫ് പ്രെഡിക്ഷൻ ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് പ്രെഡിക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ലെസർ എക്സ്റ്റെൻഡ് ഡിസ്കവറി, അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി പർപ്പസിന്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും റിസർച്ചേഴ്സ് ഈ ഒരു കാഷ്വൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇനി ബിസിനസ്സിലെ കാഷ്വൽ റിസർച്ച് യൂസ് ചെയ്യുന്നത് മെനി ടൈപ്സ് ഓഫ് റിസർച്ചാണ്. അതായത് മാർക്കറ്റിംഗ് സിനാറിയോ ടെസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അഡ്വർടൈസിങ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ റിസൾട്ട് ഫോർ ഫോർകാസ്റ്റിംഗ് വാട്ട് മൈ ഹാപ്പൻ ടു ദ ചേഞ്ച് ആർ മെയ്ഡ്. അങ്ങനെ പല രീതിയിലുള്ള മേജർ കമ്പോണൻസ് നമുക്ക് ഈ ഒരു കാഷ്വൽ റിസർച്ച് നടത്തുമ്പോൾ വരാം. എന്താണ് റിസർച്ച് പ്രോബ്ലം, റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്, അതിൻ്റെ പ്രോഗ്രാം എന്താണ്, യൂണിറ്റ്സ് എന്താണ്, ഔട്ട്കം എന്താണ്, ഡിസൈൻ എന്താണ്, അതെല്ലാം അങ്ങനെയുള്ള പല രീതിയിലുള്ള കമ്പണൻറ്റുകളും നമുക്ക് ഈ ഒരു കാഷ്വൽ സ്റ്റഡിയിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ്. അതുതന്നെയാണ് കാഷ്വൽ റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് 2 രീതിയിലാണ് കാഷ്വൽ റിസർച്ച് നടക്കുന്നത്. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഈ വാരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ, 2 സിമുലേഷൻ. എന്താണ് എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ, സെക്കൻഡ് വൺ സിമുലേഷൻ. എന്താണ് ഈ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്? എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹൈലി കൺട്രോൾഡ് method allows the researcher to manipulate a specific independent variable in order to determine what effect this manipulation would have on other dependent variables. അതായത് experimentation also calls for a control group as well as an experimentation group. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഹൈലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എക്സ്പെരിമെൻ്റ് മെത്തേഡ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മുടെ മറ്റ് അതർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഗ്രൂപ്പും ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൾ അവർ സബ്ജക്റ്റാണ്. ചിലപ്പോൾ 2 ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുക. അപ്പോൾ ഒരു ലാബോറട്ടറിയിൽ നമ്മളൊരു ഫീൽഡിലായാലും പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നത്, അതുപോലെ തന്നെ നാച്ചുറൽ സെറ്റിങ്സ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ലാബോറട്ടറി അലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ മെനി ഇൻറ്റർവ്യൂ വാരിയബിൾസിനെ, ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയാലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയാലും നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നത്, അതെല്ലാം എന്തിൽ വരുന്നതാണ്, എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷനിൽ വരുന്നതാണ്. സോ ദ സെക്കൻഡ് വൺ ഈസ് സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഷ്വൽ റിസർച്ച് ഡിസൈൻ്റെ സെക്കൻഡ് മെത്തേഡാണ്. അതിൽ വരുന്നത് കാഷ്വാലിറ്റി ബിറ്റ്വീൻ വാരിയബിൾസ് ഇസ് ത്രൂ ദ യൂസ് ഓഫ് സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ സിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് സെർട്ടൻ
പ്രോബ്ലംസ് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡൻറ്റോ ഇൻഡിപെൻഡൻറ്റോ ആയിക്കോട്ടെ, ആ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഇക്വേഷനിൽ മറ്റേ വേരിയബിളിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ഇക്വേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ വരുന്നതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ്റെ 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.